സ്നേഹിക്കപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അനുജന്മാരെ, അനുജന്മാരെ, ഇന്നത്തെ ധ്യാന വിചിന്തനത്തിന് വേണ്ടി തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ വചനഭാഗത്തെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മനസ്സിലാക്കാനും മനസ്സിലാക്കപ്പെടാനുമുള്ള ഒരു അവകാശത്തെക്കുറിച്ചും, രണ്ട് മടുപ്പ് കൂടാതെ നിരന്തരം അപേക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുമെന്ന് ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കപ്പെടുക എന്നത്. ശരിയല്ലേ? ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയും, മക്കള് മാതാപിതാക്കളെയും, മാതാപിതാക്കൾ മക്കളെയും, സഹോദരങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കപ്പെടുക എന്നത്, ഒരാളുടെ വേദന, ഒരാളുടെ സന്തോഷം, ഒരാളുടെ വികാരം, ഒരാളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുക. മറ്റൊന്നുമല്ല. നമ്മൾ പൂർണ്ണമായിട്ട് ഒരാളെ മനസ്സിലാക്കപ്പെടുമ്പോൾ, ഒരാൾ തകർന്ന് വേദനിച്ചിരിക്കുമ്പോൾ സാരമില്ല എന്ന് പറയാൻ നമുക്ക് എളുപ്പം. പക്ഷേ അവനോട് ചേർന്ന് നിൽക്കാൻ, അവന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ അനുഭവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ കടന്നു പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു വാക്കിന്, അവൻ അനുഭവിക്കുന്ന ആ വാക്കുകൾക്ക് നമുക്ക് അർത്ഥം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അർത്ഥം കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ കാനാൻകാരി ഈശോ, കാനാൻകാരി സ്ത്രീ ഈശോയുടെ പുറകെ നടന്നുകൊണ്ട് ഈശോയുടെ ഒന്ന് മനസ്സിലാക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ ടയർ സീതോൻ എന്ന പ്രദേശത്തെ കുറിച്ച് നമ്മൾ വചനങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ ഈശോ ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളാണ് ടയർ സീതോൻ എന്ന ഈ പ്രദേശങ്ങളിൽ. അവിടെ വെച്ച് ഒരുപാട് അത്ഭുതങ്ങൾ തന്നെ ഈശോ ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെയാണ് ഈ കാനാൻകാരി സ്ത്രീ ഈശോയുടെ പുറകെ കൊടുക്കുക. ഓർക്കുക, ആ സ്ത്രീക്ക് ഏക മകളാണ്. ആ ഏക മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി, സൗഖ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈശോയുടെ പുറകെ നടക്കുക. ഈശോയുടെ പുറകെ നടന്നുകൊണ്ട് ആ വ്യക്തി ഒന്ന് മനസ്സിലാക്കപ്പെടാനായിട്ട് അവൾ ആഗ്രഹിക്കുക. എന്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞാൻ ഇതിലൂടെ കടന്നു പോവുകയാണ്, ഈ വഴിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, ഇത്രത്തോളം വേദന ഞാൻ സഹിക്കുന്നുണ്ട്, ഈശോയെ എന്നെ ഒന്ന് മനസ്സിലാക്കണമേ എന്ന് ആ വ്യക്തി പുറകെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈശോ അത് ഗൗനിക്കുന്നില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിലും ഇത് തന്നെയാണ്. നമ്മളും ഇതുപോലെ തന്നെ പലരും ഭർത്താവ് എന്നെ വഴക്ക് പറയുമ്പോൾ, ഭാര്യ എന്നെ വഴക്ക് പറയുമ്പോൾ, മാതാപിതാക്കൾ എന്നെ വഴക്ക് പറയുമ്പോൾ, എന്തുകൊണ്ട് ഞാൻ വഴക്ക് പറയുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ തളർന്നൊരു മൂലയ്ക്ക് ഞാൻ ഇരിക്കുമ്പോഴും എന്തുകൊണ്ട് ഞാൻ ഇന്ന് തളർന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് ഇന്ന് സാധിക്കാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയും, ഇതേ അവസ്ഥയിലൂടെ തന്നെയാണ് ഈ കാനാൻകാരി സ്ത്രീയും കടന്നു പോയത്. അവസാനം ആ സ്ത്രീക്കൊരു പ്രതീക്ഷയാണ്. എല്ലാം അറിയുന്ന തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ചെന്ന് അപേക്ഷിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ എന്നെ മനസ്സിലാക്കുമെന്നൊരു വിശ്വാസം. ആ വിശ്വാസത്തിന് പുറത്താണ് ഈ സ്ത്രീ ഓടിച്ചെന്ന് ഈശോയോട് പറയുക, ദാവീദിന്റെ പുത്ര, എന്റെ മകളെ ഒന്ന് സൗഖ്യപ്പെടുത്തിത്താ. അപ്പൊ ഈശോ പറയുകയാണ്, ഈശോ അവൾ ഉപമിക്കുന്നത് നായ്ക്കൾക്ക് തുല്യമായിട്ട് ഉപമിക്കുക. ഈ മക്കളുടെ അപകഷ്ടമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമാണോ എന്ന് പറയുക. അപ്പോൾ അവൾ തകർന്നു പോകുന്നൊരു നിമിഷമുണ്ട്. അതായത് പ്രതീക്ഷയോടുകൂടി തമ്പുരാന്റെ പക്കൽ ഞാൻ കടന്നു വന്നിട്ടും ആ തമ്പുരാൻ പോലും എന്നെ ഉപേക്ഷിക്കുകയാണല്ലോ എന്നൊരു ചിന്ത ഒരുപക്ഷെ ആ വ്യക്തിക്ക് കടന്നു വന്നേക്കാം. നമ്മുടെ എല്ലാം ജീവിതം തന്നെയാണ്. തളർന്ന് നമ്മൾ ഏറ്റവും ദാരുണമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ ദേവാലയത്തിലേക്ക് വന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നു, വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഈശോ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയുമോ? നീ തളർന്ന് പടുകുഴിയിലാണെങ്കിലും എന്നിലുള്ള വിശ്വാസം നീ ഉപേക്ഷിക്കില്ല എന്നൊരു പ്രത്യാശ ഈശോയ്ക്ക് ആ ഒരു വിശ്വാസമുണ്ട്. നമ്മൾ പറയില്ല, ഈശോയെ കുറിച്ച് പറയുന്നത് കാരുണ്യവാനായ പിതാവ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറയുക, നീ എത്രത്തോളം താഴ്മയാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ മേഖലയിൽ നിന്ന് ദുരന്തങ്ങൾ തന്നെയാണ് വരുന്നതെങ്കിലും നീ പ്രതീക്ഷ കൈവിടരുത്. ആ ഈശോ കൂടെയുണ്ട് എന്ന് ഒരു ഉറപ്പ് ഇവിടെ കാനാൻകാരി സ്ത്രീയുടെ
ഉപമയിലൂടെ നമുക്ക് തരികയാണ്, ജീവിതത്തിലൂടെ തരികയാണ്. നീ എത്രത്തോളം അനുഭവിച്ചാലും സങ്കടങ്ങളോ നിരാശകളോ വേദനകളോ നിന്റെ ജീവിതത്തിൽ കടന്നു വന്നാലും നീ തളർന്നു പോകരുത്. ആ ഈശോയെ ആശ്രയിക്കണം. ഈശോ അവസാനം അവൾ പുറകെ നടന്നുകൊണ്ട് വീണ്ടും ഈശോ ശല്യപ്പെടുത്തിയപ്പോ ഈശോ പറയുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതായത് ഏത് തകർച്ചയിൽ പോയി കഴിഞ്ഞാലും ദൈവത്തെ തള്ളിപ്പറയരുത്, നിന്റെ വിശ്വാസം തള്ളിപ്പറയരുത്, നിന്റെ സഭയെ നീ തള്ളിപ്പറയരുത്, നിന്റെ കൂടെ നിൽക്കുന്ന വ്യക്തികളെ തള്ളിപ്പറയരുത്. ഈശോ പറയുക, അങ്ങനെ ഉപേക്ഷിക്കരുത്, ആരെയും ഉപേക്ഷിക്കരുത്, എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്ന് തന്നെയാണ് തമ്പുരാൻ പറയുക. ഇങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് തന്നിട്ട് ഈശോ പറയുക, നീ ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അതായത് ഏത് തകർച്ചയിലും ദൈവം കൂടെ ഉണ്ടാകുമെന്ന് ഉത്തമ ബോധ്യം നമുക്ക് ലഭിക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും താഴേക്ക് പോകില്ല. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ഈശോ ചെയ്യുക. നമുക്ക് തകർച്ചകൾ തന്നെ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഈശോ നിന്നെ ഉപേക്ഷിക്കുന്നതാണ്, ദൈവം നിന്നെ ഉപേക്ഷിക്കുന്നതാണ്, ഇനി ആരുമില്ല, അങ്ങനെ ചിന്ത വരാൻ പാടില്ല. അത് പൈശാചികമായ ചിന്തയാണ്, അത് നിരാശയുടെ ചിന്തയാണ്. പരിശുദ്ധാത്മാവിനെതിരെ വരുന്ന ഏറ്റവും വലിയ പാപമാണ് നിരാശ എന്ന് നമുക്കറിയാം. എന്റെ ജീവിതത്തിൽ നിരാശയുടെ അംശം പോലും ഉണ്ടാകരുത്, പ്രത്യാശയുടെ ജീവിതമായിരിക്കണം നീ നയിക്കേണ്ടതെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയാണ്. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, നിരന്തരം അപേക്ഷിക്കണമെന്ന് ഈ കാനാൻകാരി സ്ത്രീയുടെ ഉപമയിലൂടെ അല്ലെങ്കിൽ ജീവിതത്തിലൂടെ പറഞ്ഞു തരികയാണ്. ഒരുപാട് വട്ടം ദാവീദിന്റെ പുത്ര, എന്റെ മകളെ കനിയണമേ, എന്റെ മകളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പിറകെ നടന്ന് ഈശോ എവിടെയൊക്കെ പോകുന്നുവോ ആ പുറകെ നടന്ന് അപേക്ഷിക്കുക. അവസാനം സ്നേഹന്മാര് പറയുകയാണ്, അവൾ നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ട് എന്ന് പറയുകയാണ്. നമ്മൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം. നീ 10 ദിവസം മുടങ്ങാതെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് 14 ദിവസം നിനക്ക് സാധിക്കണമെന്ന് നീ ആഗ്രഹിക്കരുത്. ചിലപ്പോ നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ഈശോ നമുക്ക് നീട്ടി തരുന്നതാകാം. നമ്മുടെ കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ഞാൻ നിയോഗം പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈശോ നമുക്ക് നീട്ടി തരുന്നതാകാം. നീ മടുപ്പ് കൂടരുത്. പ്രാർത്ഥന എന്ന് പറയുന്നത് സാധിച്ചു കിട്ടിയ ഉടനെ ഉപേക്ഷിക്കാനുള്ളതല്ല, നേരെ തരുന്നവരെ ആഴത്തിൽ വിശ്വസിക്കാനുള്ള അടയാളമാണ് ഈ പ്രാർത്ഥനയോടെ നമുക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും. അത് നമ്മൾ മനസ്സിലാക്കുക. നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 10 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് 14 ദിവസം നിങ്ങൾക്ക് സാധിച്ചു കിട്ടി, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയ്ക്ക് നീ ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചു, ഒരു നൊവേന അർപ്പിച്ചു, അവിടെ തീരുന്നതല്ല നിന്റെ ദൈവത്തോടുള്ള വിശ്വാസം, ദൈവത്തോടുള്ള സ്നേഹം. ഈശോ ആഗ്രഹിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഒരു ബന്ധമാണ്. നിരന്തരമായിട്ട് നിനക്ക് അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് കരുതി നീ അവിടുന്ന് മാറിപ്പോകാനുള്ള, നേരെ മറിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ആഗ്രഹമാണ് ഈശോ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് താമസങ്ങൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ അത് നന്മയ്ക്കായിട്ട്, കൂടുതൽ നന്മയ്ക്കായിട്ടാണ് ഈശോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഒരിക്കലും നമുക്ക് ഉദ്ദിഷ്ടകാര്യം പെട്ടെന്ന് സാധിച്ചു കിട്ടിയാൽ നമ്മുടെ വിശ്വാസം എന്താ? അവിടെ ബ്രേക്ക് ചെയ്യുക, അവിടെ വെച്ച് നിർത്തുക. പിന്നീട് അടുത്ത വിഷമം വരുമ്പോൾ അടുത്ത ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും ഞാൻ ദേവാലയത്തിൽ പോവുക, വിശുദ്ധ കുർബാനയിലേക്ക് പോവുക, ഞാൻ വിശുദ്ധ കുമ്പസാരത്തിലേക്ക് പോവുക, വിശുദ്ധ ജീവിതം നയിക്കുക. ഈശോ പറയുക, അങ്ങനെയല്ല വേണ്ടത്. നിരന്തരമായി ആഴമായ ഒരു വിശ്വാസം, ആ വിശ്വാസം ആരിലുണ്ടെന്ന് ഈശോ മനസ്സിലാക്കി, കാനാൻകാരി സ്ത്രീയിൽ മനസ്സിലാക്കി. സ്നേഹമുള്ളവരെ, ഈശോ പറയുകയാണ്, നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യനെ കുറിച്ചുള്ള സാക്ഷ്യം അവൻ ആവശ്യമില്ല, മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ കൃത്യമായി അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈശോ പറയുക, ഈശോയുടെ പിതാവായ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഞാനും നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ എന്നിലെ എല്ലാ മേഖലകളും ഈശോയ്ക്ക് അറിയാം. നീ എവിടെ വരെ പോകുമെന്നും എങ്ങനെ പോകുമെന്നും ഈശോയ്ക്ക് അറിയാം. ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം തിരിച്ച് ഈ ലോകത്തിൻ്റെതായ ജഡിക മേഖലകളിൽ നിന്ന്, സുഖത്തിന്റെ മേഖലയിൽ നിന്ന് തിരിഞ്ഞ് നീ ആത്മീയ മേഖലയിലേക്ക് കടന്നു വരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്കും നമ്മളെ മനസ്സിലാക്കുന്ന ഈശോയുടെ കൂടെ നമുക്കായിരിക്കാം. നമ്മുടെ കൂടെയുള്ളവരെ നമ്മളെ മനസ്സിലാക്കണമെന്നല്ല, നമ്മുടെ അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്നല്ല, പക്ഷേ നമ്മുടെ കൂടെയുള്ള ഈശോയ്ക്ക് നമ്മളെ മനസ്സിലാക്കണം. അതിന് ഞാനെന്ത് ചെയ്യണം? ഞാൻ ഈശോയിലേക്ക് ആശ്രയിക്കണം. രണ്ടാമതായിട്ട് നിരന്തരം മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണം, അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് എത്രത്തോളം അപേക്ഷിക്കാൻ പറ്റുമോ ഒരു കാര്യം തന്നെ നിനക്ക് സാധിച്ചു കിട്ടുന്നില്ലേ, നീ മടുക്കരുത്, നീ തളരരുത്, നീ അവിടെ വെച്ച് ഉപേക്ഷിക്കരുത്. അതേ നിയോഗം വെച്ച് തന്നെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈശോ പറയാ, മുട്ടുവിൻ, നിനക്ക് തുറന്നു കിട്ടും. നീ മുട്ടിയാൽ മാത്രമേ നിനക്ക് തുറന്നു കിട്ടുള്ളൂ. അതാണ് ഈ കാനാൻകാരി സ്ത്രീ നമ്മുടെ മുമ്പിൽ എടുത്തു വെക്കുക. മുട്ടിക്കൊണ്ടിരുന്നു, ചോദിച്ചുകൊണ്ടിരുന്നു, അപേക്ഷിച്ചുകൊണ്ടിരുന്നു, പുറകെ നടന്നുകൊണ്ടിരുന്നു.
അവൾക്ക് വേണമെങ്കിൽ പാതി വഴി വെച്ച് ഉപേക്ഷിച്ച് പോകാമായിരുന്നു. എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്റെ യാചന കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകാൻ അവൾ ചെയ്തില്ല. പുറകെ നടന്നു. അനുഗ്രഹങ്ങൾ വാങ്ങിച്ചെടുക്കുന്നത് വരെ അവൾ പുറകെ നടന്നു. സ്നേഹമുള്ളവരെ, ഇതായിരിക്കണം നമ്മുടെ വിശ്വാസം. പിറകെ നടക്കുക, ഈശോയുടെ പിറകെ നടക്കുക, തേടുക, മുട്ടുക. അവിടുന്ന് നമുക്ക് വാതിലുകൾ നമുക്ക് തുറന്നു തരും. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.